കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാലത്തെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാവിസ്മയമുണ്ട്. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം. വെറുമൊരു ക്ഷേത്രം എന്നതിലുപരി കേരളത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഇത്രയേറെ ഇഴചേർന്നു നിൽക്കുന്ന മറ്റൊരു ഇടം ഉണ്ടാവില്ല. തൃശൂരിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഈ ക്ഷേത്രത്തിന്റെ കാണാക്കഥകളിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം സാക്ഷാൽ പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ്. പൗരാണിക കഥകൾ പറയുന്നത് പ്രകാരം ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ പരശുരാമൻ തന്റെ പാപമോചനത്തിനായി സമുദ്രത്തോട് പിൻവാങ്ങാൻ ആജ്ഞാപിക്കുകയും മഴുവറിഞ്ഞ് കേരളഭൂമി വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെയുണ്ടായ ഈ പുണ്യഭൂമിയെ വിശുദ്ധമാക്കാൻ അദ്ദേഹം 108 ശിവാലയങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും സ്ഥാപിച്ചു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം. നമ്മളിന്ന് കാണുന്ന ഈ പ്രൗഢിയിലേക്ക് ക്ഷേത്രമെത്തിയത് കാലഘട്ടങ്ങളിലൂടെയാണ്. ആദ്യകാലത്ത് മണ്ണും മരവും കൊണ്ട് നിർമ്മിച്ച ലളിതമായ രൂപത്തിലായിരുന്നു ക്ഷേത്രമെന്നാണ് വിശ്വാസം. പിന്നീട് ചേരരാജാക്കന്മാരും കൊച്ചി രാജാക്കന്മാരും ചേർന്ന് ക്ഷേത്രത്തെ വിപുലീകരിക്കുകയും കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായി ഇതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഇവിടുത്തെ കൂത്തമ്പലവും ചുവർച്ചിത്രങ്ങളും ലോകപ്രശസ്തമാണ്. ശിവനെ കൂടാതെ പാർവതി, ഗണപതി, ശങ്കരനാരായണൻ എന്നിവരും ഇവിടെ പ്രധാന ആരാധനാമൂർത്തികളായി കുടികൊള്ളുന്നു. വടക്കുന്നാഥനെക്കുറിച്ച് പറയുമ്പോൾ തൃശൂർ പൂരത്തെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. ലോകപ്രശസ്തമായ തൃശൂർ പൂരം നടക്കുന്നത് വടക്കുന്നാഥന്റെ മണ്ണിലാണെങ്കിലും വടക്കുന്നാഥൻ പൂരത്തിലെ വെറും സാക്ഷി മാത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ വടക്കുന്നാഥനെ വണങ്ങാനെത്തുന്നതാണ് പൂരത്തിന്റെ സങ്കല്പം. പൂരത്തിന്റെ ആരവങ്ങൾക്കും വെടിക്കെട്ടിനും നടുവിലും നിശബ്ദനായി ശാന്തനായി യോഗനിദ്രയിലിരിക്കുന്ന വടക്കുന്നാഥൻ അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ആത്മീയതയും കലയും ചരിത്രവും ഒത്തുചേരുന്ന വടക്കുന്നാഥ ക്ഷേത്രം കേരളത്തിന്റെ പൈതൃകത്തിന്റെ കാവൽക്കാരനായി ഇന്നും നിലകൊള്ളുന്നു. തൃശൂരിലെത്തിയാൽ ആ വലിയ മതിലുകൾക്കുള്ളിലെ ശാന്തത ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയണം.